പറഞ്ഞു കൊടുക്കോ അതോ കളിയാക്കോ? പറഞ്ഞു കൊടുക്കോ കളിയാക്കോ? ഞാനൊരു ദിക്ർ പറഞ്ഞു തരാം, മക്കളില്ലാത്ത പാവപ്പെട്ടവർക്ക് പറഞ്ഞു കൊടുക്കോ? പറ ചങ്ങാതിമാരെ, ഇൻഷാ അല്ലാഹ് പറ. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം, മൂസാ നബിയുടെ മുന്നിൽ ഒരു പെണ്ണ് വന്നിട്ട്, ഒരു സാലിഹത്തായ പെണ്ണ് വന്നിട്ട് പറഞ്ഞു, മൂസാ നബിയെ, അള്ളാഹിനോട് സംസാരിച്ച പ്രവാചകനാണല്ലോ, എനിക്ക് വേണ്ടി ദുആ ചെയ്യ്, എനിക്ക് മക്കളില്ല, ദുആ ചെയ്യണം. മൂസാ നബി അള്ളാഹുവിനോട് ദുആ ചെയ്തു, അല്ലാഹ് ഈ പെണ്ണിന് നീ മക്കളെ കൊടുക്കണേ അല്ലാഹ്. അല്ലാഹ് പറഞ്ഞു അവള് പ്രസവിക്കൂല. അല്ലാഹ് പറഞ്ഞ മറുപടി, വെറുതെ ദുആ ചെയ്യണ്ട, അവള് പ്രസവിക്കൂല. ഈ പ്രസവിക്കാത്ത പെണ്ണുങ്ങൾക്ക് എന്താ പറയാ? നിങ്ങളുടെ നാട്ടിൽ എന്തൊരു അങ്ങനെ തന്നെ അവള് പ്രസവിക്കാത്ത പെണ്ണ. മൂസാ നബി പിന്നെയും ദുആ ചെയ്തു, അല്ലാഹ് ഇല്ല പ്രസവിക്കൂല. 3 പ്രാവശ്യവും അള്ളാന്റെ മറുപടി ഇത് തന്നെ. ഈ പെണ്ണ് പോയി, ഈ പെണ്ണിതൊന്നും പറഞ്ഞില്ല, പോയി. കുറെ നാള് കഴിഞ്ഞിട്ട് ഈ പെണ്ണ് നിറവയറുമായിട്ട് മൂസാ നബിയുടെ മുന്നിൽ വന്നിട്ട് പറയാ, നബിയെ, ഞാൻ ഗർഭിണിയാണ്, എന്റെ കുഞ്ഞ് സാലിഹത്താകാൻ വേണ്ടി ദുആ ചെയ്യണം. മൂസാ നബി കണ്ണും തെള്ളി നിൽക്കുക. കാരണം അള്ളയാ പറഞ്ഞ ഇവള് പ്രസവിക്കൂല, അള്ളാഹുവാണ് പറഞ്ഞത് ഇവള് പ്രസവിക്കൂല, പക്ഷെ ഇവള് ഗർഭിണിയായിരിക്കുന്നു. ആ സമയത്ത് മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചു, ഉത്തര പടച്ചോനെ എന്തു പറ്റി അല്ലാഹ്? ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുത്തു, മൂസാ നബിയെ, അള്ളാഹു ആ പെണ്ണ് പ്രസവിക്കാത്തവളാണെന്ന് പറഞ്ഞപ്പോഴും ആ പെണ്ണൊരു ദിക്റാ പറഞ്ഞു. അള്ളാഹു പ്രസവിക്കാത്തവളാണെന്ന് പറഞ്ഞപ്പോഴും ആ പെണ്ണ് ഒരു ദിക്റാ പറഞ്ഞ്. ആ ദിക്റ് പറഞ്ഞത് കാരണം അള്ളാഹു തന്റെ തീരുമാനം മാറ്റിയെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് മക്കളില്ലാത്തവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ദിക്റ് യാ റഹീമു യാ അല്ലാഹ്. ഇതെന്നെ കരുണയുള്ള അല്ലാഹ്. അള്ളാഹു നീ പ്രസവിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ആ പെണ്ണ് പറഞ്ഞത് കരുണയുള്ള റബ്ബേനെ വിളിച്ചേ. അതുകൊണ്ട് അള്ളാഹു മക്കളെ കൊടുത്തു. എന്റെ പ്രിയമുള്ളവരെ, ഈ ദിക്ർ മക്കളില്ലാത്ത പാവങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. അള്ളാഹു ആ പാവങ്ങൾക്ക് മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ 2, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മക്കളെ വേണോ? അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തത് 3, കച്ചവടം മുഴുവനും വല്ലാത്ത നഷ്ടത്തിലാണ്.